ഇന്ന് ആസിഫ് അലിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. ആസിഫ് അലി എന്ന് പറഞ്ഞാൽ സിനിമാ നടനല്ല, ഭീമൻ്റെ ഹോട്ടലിൽ വർക്ക് ചെയ്യുന്ന ഒരു നോർത്ത് ഇന്ത്യയിലെ ബായിയാണ്. അങ്ങനെ രാവിലെ തന്നെ ഞാനും അനസക്കാൻ്റെ കൂടെ നേരെ ഭീമൻ്റെ ഹോട്ടലിലേക്ക് പോകുന്നു. ഇവിടെ എത്തി ഭീമൻ കേക്ക് മുറിക്കാനുള്ള കത്തിയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. പക്ഷേ കേക്ക് വാങ്ങാൻ കയ്യിൽ 5 പൈസ ഇല്ല. അങ്ങനെ ഞാനും ഭീമനും അനസയ്ക്കും കൂടി കട്ടിട്ട് നോക്കിയപ്പോൾ ആകെ ഞങ്ങളുടെ കയ്യിൽ മൊത്തത്തിലുള്ളത് 50 രൂപയാണ്. അങ്ങനെ അതിന് കിട്ടുന്ന എന്തെങ്കിലും ഒരു സാധനം വാങ്ങാൻ വേണ്ടി ഞാനും ഭീമനും വണ്ടിയൊക്കെ എടുത്ത് ടൗണിലേക്ക് ഇറങ്ങി. 50 രൂപയ്ക്ക് എന്ത് കിട്ടാനാ? ഒരു പ്ലം കേക്ക് കിട്ടണമെങ്കിൽ വരെ 100 രൂപയെങ്കിലും കുറഞ്ഞത് കയ്യിൽ വേണം. ഞങ്ങളെ ബഡ്ജറ്റിന് പറ്റിയ കേക്ക് എവിടെയെങ്കിലും ഉണ്ടാകുമെന്ന് കരുതി കുറേ കടകളിൽ കയറി, എവിടുന്നും കിട്ടിയില്ല. അവസാനമാണ് ഭീമൻ പറഞ്ഞത് നമുക്ക് അർജുൻ്റെ ഷോപ്പിൽ പോകാമെന്ന്. അവനിവിടെ ബി ഫോർമുല പറഞ്ഞൊരു ഷോപ്പിലാണ്. ഇവിടെ കേക്കും ചോക്ലേറ്റ്സൊക്കെ ഹോൾസെയിലായിട്ട് കൊടുക്കുന്നൊരു ഷോപ്പാണ്. അങ്ങനെ അവന് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി അവനൊന്ന് ഫോൺ കോൾ പോലും ചെയ്യാതെ ഞങ്ങൾ ഡയറക്റ്റ് ഇങ്ങോട്ടേക്ക് വന്നു. അങ്ങനെ മുകളിലെത്തി വാതിലൊക്കെ തുറന്നപ്പോഴാണ് ആ നഗ്ന സത്യം ഞങ്ങൾ മനസ്സിലാക്കിയത്. സർപ്രൈസ് കൊടുക്കാമെന്ന് ഞങ്ങൾക്ക് ആ സർപ്രൈസ് ആയത്. അവൻ ഇന്ന് ലീവാ. വാതിലൊക്കെ തുറന്ന് ഉള്ളോട്ട് കയറിയപ്പോൾ അവിടെയുള്ള സ്റ്റാഫൊക്കെ ഞങ്ങൾ നോക്കുന്നുണ്ട്. അതുകൊണ്ട് എന്തായാലും ഉള്ളിൽ കയറി 1-2 സാധനങ്ങളൊക്കെ എടുത്ത് നോക്കിയിട്ട് പതുക്കെ പുറത്തേക്ക് ഇറങ്ങാമെന്ന് കരുതി. അങ്ങനെ കുറേ നേരം അവിടെയുള്ള ഓരോ സാധനത്തിൻ്റെ വിലയൊക്കെ നോക്കി ഒന്നും ഞങ്ങൾക്ക് വാങ്ങാൻ പറ്റിയതെല്ലാം എന്ന് മനസ്സിലാക്കിയതിന് ശേഷം ഞങ്ങൾ പതുക്കെ താഴത്തേക്ക് ഇറങ്ങി. കാരണം ഞങ്ങൾക്ക് വേണ്ടത് ചെറിയ മോഡൽ കേക്കോ അങ്ങനെ വല്ല സാധനങ്ങളായിരുന്നു. ഇനി എന്ത് ചെയ്യുന്ന ഒരു ഐഡിയ ഇല്ല. താഴത്തിറങ്ങി കുറേ നേരം അതിനെക്കുറിച്ച് ആലോചിച്ചു. അങ്ങനെ ഭീമനും ഞാനും കുറേ നേരത്തെ ചർച്ചയ്ക്കൊടുവിൽ ഒരു തീരുമാനത്തിലെത്തി. 50 രൂപയ്ക്ക് കേക്കൊന്നും എന്തായാലും ഇനി കിട്ടാൻ പോകുന്നില്ല. അപ്പോഴാണ് ഭീമൻ പറഞ്ഞത് നമുക്ക് ഗജൂരി വാങ്ങാം, ബാലാജി സ്വീറ്റ്സ് പോയിട്ട്. അവൻ സ്ഥിരമായിട്ട് സമൂസ കഴിക്കുന്ന ഒരു സ്പോട്ടാണത്. അവൻ കുറേ കാലമായി അവിടെ പോകണമെന്ന് പറയുന്നുണ്ട്. ഇന്നെന്തായാലും അവിടെ പോയിട്ട് ഓരോ സമൂസയോ അല്ലെങ്കിൽ ഗജൂരി എന്തെങ്കിലും വാങ്ങി അത് നമുക്ക് അവന് കൊടുത്ത് കട്ട് ചെയ്യിപ്പിക്കാമെന്നാണ് ഭീമൻ പറഞ്ഞത്. അപ്പം ഞാനും കരുതി ഇനി വെറുതെ വെയിൽ കൊണ്ട് അലഞ്ഞിട്ട് കാര്യമില്ല, ഗജൂരി എങ്കിൽ ഗജൂരി. അങ്ങനെ ഞങ്ങൾ നേരെ അവിടെ എത്തി. ഇതൊരു പക്ക നോർത്ത് ഇന്ത്യൻ ബേക്കറി തന്നെയാണ്. ഇവിടെയുള്ള സ്നാക്സും സ്വീറ്റ്സും ഒക്കെ നോർത്ത് ഇന്ത്യൻ ഫുഡുകളാണ്. അങ്ങനെ ഞങ്ങളൊരു ഗജൂരി വാങ്ങി. വെറും 20 രൂപ, ബാക്കി 30 രൂപ ലാഭം. ഗജൂരി ആകുമ്പോൾ ഒരു കേക്കിൻ്റെ ഷേപ്പൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ് അതന്നെ അവിടെ ഫിക്സ് ആക്കി. അങ്ങനെ ഗജൂരി വാങ്ങിക്കഴിഞ്ഞു. ബാക്കി 30 രൂപ കയ്യിലുണ്ട്. ഇനി അടുത്ത പരിപാടി ക്യാൻഡിൽസ് വാങ്ങുക എന്നുള്ളതാണ്. ക്യാൻഡിൽസ് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടില്ലായിരുന്നു, പക്ഷേ ഇപ്പം കയ്യിൽ പൈസ ബാക്കി വന്നതുകൊണ്ട് അതും കൂടി ആവാമെന്ന് കരുതി. എന്തായാലും കേക്ക് വാങ്ങാൻ വേണ്ടി ഞങ്ങൾ കഷ്ടപ്പെട്ടത്രയൊന്നും ഇനി ഒരു ക്യാൻഡിൽ വാങ്ങാൻ കഷ്ടപ്പെടേണ്ട എന്നുള്ള കാര്യം ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു. കേക്കല്ല, ഗജൂരി. തിരിച്ചു വരുന്ന വഴി ഭീമൻ്റെ ഹോട്ടലിൻ്റെ അടുത്തുള്ള ഒരു പെട്ടിക്കടയിൽ നിന്ന് വാങ്ങാമെന്ന് കരുതി. അവിടെ സാധനം ഉണ്ടെന്നാണ് ഭീമൻ പറഞ്ഞത്. അങ്ങനെ അവിടെയുള്ള ആളിനോട് ഞങ്ങൾ സാധനം പറഞ്ഞു. ആശാൻ തപ്പാൻ തുടങ്ങി. കുറേ നേരം തപ്പി, പക്ഷേ സാധനം കിട്ടിയില്ല. അവിടെ സാധനം ഉണ്ട്, പക്ഷേ എവിടെ വെച്ചതെന്ന് മൂപ്പർക്ക് ഓർമ്മയില്ല. അപ്പം ഞങ്ങൾ പറഞ്ഞത് കുഴപ്പമില്ല, ഞങ്ങൾ വേറെ വാങ്ങിക്കോളാം എന്ന് അടുത്ത കടയിലേക്ക് പോയി. ഇവിടെ വന്നപ്പോൾ ബർത്ത്ഡേ ക്യാൻഡിൽസ് ഇല്ല, സാധാ മെഴുകുതിരിയുള്ളൂ. പിന്നെ ഭീമൻ പറഞ്ഞു സാധാ മെഴുകുതിരി എങ്കിൽ സാധാ മെഴുകുതിരി, നമുക്കത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന്. അങ്ങനെ ഞങ്ങൾ അത് വാങ്ങി നേരെ ഹോട്ടലിലേക്ക് വിട്ടു. അങ്ങനെ ഞങ്ങൾ ഹോട്ടലെത്തിയപ്പോൾ ആസിഫ് ഭായ് മുകളിൽ പണിയെടുക്കുന്നുണ്ട്. ഞങ്ങളെ കണ്ടപ്പോൾ കുറച്ച് നേരം അവിടെ നിന്ന് കഥയൊക്കെ പറഞ്ഞു. പക്ഷേ ഞങ്ങൾ ഈ കേക്ക് മുറിയുടെ കാര്യമൊന്നും അവനോട് പറഞ്ഞില്ല. ഭീമൻ പറഞ്ഞിട്ടുണ്ട് സർപ്രൈസ് ആക്കി വെക്കണോ, ഒക്കെ സെറ്റ് ആക്കിയതിന് ശേഷം നമുക്ക് അവനെ താഴത്തേക്ക് വിളിച്ചു വരുത്താമെന്ന്. അങ്ങനെ ഞങ്ങൾ പതുക്കെ ഗജൂരി സെറ്റ് ആക്കാനുള്ള പരിപാടി തുടങ്ങി. ഹലോ ഗായ്സ്, അപ്പം നമ്മുടെ ആസിഫ് ഭായിൻ്റെ ബർത്ത്ഡേ ആണ്. കേക്ക് വാങ്ങാൻ പോയപ്പം പൈസ ഇല്ലാത്തത് കൊണ്ട് ഞങ്ങളിതാ ചെറിയൊരു അപ്പം വാങ്ങിയിട്ടുണ്ട്. ഇത് അവനെ കൊണ്ട് കട്ട് ചെയ്തിട്ട് ഒരു മെഴുകുതിരി ചെറിയൊരു സെലിബ്രേഷൻ. ചാനൽ മോണിറ്റൈസ് ഒക്കെ പൈസ ആയിട്ട് വേണം, വലിയ ഗ്രാൻഡ് സെലിബ്രേഷൻ. എടാ മത്സ്യല്ലേ ഭീമ, ആസൊക്കെ ഒന്ന് ഇറങ്ങി വാങ്ങോട്ടെ. അപ്പൊ ഗായ്സ് ഞങ്ങളുടെ കേക്ക് വെക്കാൻ പോവാണ്. കേക്കല്ല, ഗജൂരി, ബായിന്റെ ഫേവറേറ്റ്. ഓക്കെ.